നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഒരിക്കൽ തൻ്റെ ഗുരുകുലത്തിൽ ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുകയാണ്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. പരമാത്മാവിനെ അറിയുന്നവരിൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് സ്നേഹം, കരുണ, ക്ഷമ, ദയ എന്നൊക്കെ ഗുരു ഉപദേശിക്കുമ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ, ജഗദീശ്വരനെ വിശ്വസിക്കുന്നവരും ഒട്ടും ഈശ്വരവിശ്വാസമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗുരു പറഞ്ഞു, ജഗദീശ്വരനിൽ ഉറച്ചു വിശ്വസിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ആ വിശ്വാസമുള്ളവൻ തത്വം അറിഞ്ഞ് ജീവിക്കുന്നവരാണ്. ജീവിതത്തിലെ ആപത്ഘട്ടങ്ങളിലും കഷ്ടതകളിലും അവർ ജഗദീശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കും, ജഗദീശ്വരനെ ആശ്രയിക്കും. ജഗദീശ്വരൻ തന്നോടൊപ്പമുണ്ടെന്ന ഉറച്ച വിശ്വാസം അവർക്ക് മനോബലം നൽകും. എന്നാൽ ജഗദീശ്വരനിൽ വിശ്വാസമില്ലാത്തവരിലും ഈശ്വരീയ ഗുണങ്ങളായ സ്നേഹം, കരുണ, ക്ഷമ, ദയ എന്നിവ ഉണ്ടായാലും ഭഗവാനിൽ ഉറച്ച വിശ്വാസമില്ലാത്തതുകൊണ്ട് കഷ്ടതകളിൽ അവർ തളർന്നു പോകുന്നു, മനസ്സ് പതറുന്നു. വേണ്ട സമയത്ത് സദ്ഗുണങ്ങൾ പ്രയോഗിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ജഗദീശ്വരൻ എന്നത് ഒരനുഭവമാണ്. നിസ്വാർത്ഥ സ്നേഹത്തിലും കരുണയിലും കൂടെയാണ് പരമാത്മാവ് നമ്മളിൽ കുടികൊള്ളുന്നത്. നമ്മുടെ ഉള്ളിലെ ഉന്നതങ്ങളായ മൂല്യങ്ങൾക്ക് വേണ്ടി സ്വയം ബലി കൊടുക്കാൻ കൂടി തയ്യാറാകുന്നവരാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസികൾ. ഗുരു ഒരു കഥയിലൂടെ ഇത് വ്യക്തമാക്കുന്നു. പണ്ട് യുധിഷ്ഠിരൻ രാജാവായ കാലത്ത് ശ്രീകൃഷ്ണ ഭക്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. മയൂരധ്വജൻ എന്നാണ് രാജാവിൻ്റെ പേർ. യുധിഷ്ഠിര രാജാവ് അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. കുതിരയെ അഴിച്ചുവിട്ടു. പാണ്ഡവരുടെ ഫലം അറിയാമായിരുന്ന രാജാക്കന്മാരാരും കുതിരയെ പിടിച്ചു കെട്ടിയില്ല. എന്നാൽ വേദപണ്ഡിതനായിരുന്ന മയൂരധ്വജ രാജാവിൻ്റെ നാട്ടിൽ കുതിര എത്തിയപ്പോൾ അദ്ദേഹം കുതിരയെ പിടിച്ചു കെട്ടി. പണ്ഡിതനും ജ്ഞാനിയും പ്രജാതൽപരനുമായ രാജാവിനോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ അർജുനൻ തീരുമാനിച്ചു. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനനും ശ്രീകൃഷ്ണനും വേഷം മാറി മയൂരധ്വജ രാജാവിൻ്റെ രാജധാനിയിലെത്തി. ബ്രാഹ്മണരുടെ വേഷം ധരിച്ചു വന്ന അവരെ രാജാവ് സ്വീകരിച്ചിരുത്തി. ശ്രീകൃഷ്ണ ഭഗവാൻ രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. അങ്ങയുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കൊടും കാട്ടിൽ ഞങ്ങൾ എത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ പുത്രനെ ഒരു കടുവ കടിച്ചു കൊണ്ടോടി. പിന്നാലെ ചെന്നപ്പോൾ കുട്ടിയുടെ പകുതി ശരീരം കടുവയുടെ ഉള്ളിലായിരുന്നു. കുട്ടിയെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. പക്ഷേ ശ്രീകൃഷ്ണൻ കഥ മുഴുവിപ്പിച്ചില്ല. എന്നാൽ കഥയുടെ ബാക്കി പറയാൻ രാജാവ് പറഞ്ഞു. ശ്രീകൃഷ്ണൻ തുടർന്നു, തൻ്റെ വായിലുള്ള കുട്ടിയുടെ പകുതി കൂടി തിരിച്ചു തരാം. പക്ഷേ ജീവനോടെ കുട്ടിയെ തരണമെന്നുണ്ടെങ്കിൽ മയൂരധ്വജ രാജാവിൻ്റെ പകുതി ശരീരം തനിക്ക് കിട്ടണമെന്ന് ആ ഹിംസ്ര മൃഗം പറഞ്ഞു. ഉടൻ തന്നെ രാജാവ് ഒരു മടിയും കൂടാതെ തൻ്റെ ശരീരത്തിൻ്റെ പകുതി മുറിച്ച് ആ കടുവയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. വലിയ വാൾ കൊണ്ടുവന്ന് രാജാവിനെ രണ്ടായി മുറിക്കാൻ തുടങ്ങുമ്പോൾ രാജാവിൻ്റെ ഇടത്തെ കണ്ണിൽ നിന്ന് കണ്ണീർ പൊഴിയുന്നത് ഭഗവാൻ കണ്ടു. വേണ്ട, വേദനയോടും വിഷമത്തോടും കൂടി രാജാവ് പകുതി ശരീരം ദാനം ചെയ്യരുത്, ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. ഉടനെ രാജാവിൻ്റെ മറുപടി വന്നു, ഇടതേ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നത് വേദന കൊണ്ടല്ല, ഉത്തമമായ ഒരു കാരണത്താലാണ്. വലതുഭാഗം ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാൻ ഉപയോഗപ്പെടുന്നു. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ എൻ്റെ വലതുഭാഗം ഉപയോഗപ്പെടുത്തുന്നു. ഇടതുഭാഗം കൊണ്ട് ഒരു സത്കൃത്യവും നടത്താൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചതാണ്. രാജാവിൻ്റെ ഈ വാക്കുകൾ അർജുനന്റെ കണ്ണു തുറപ്പിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണ വേഷം വെടിഞ്ഞ് രാജാവിനെ അനുഗ്രഹിച്ചു.
അർജുനന്റെ യുദ്ധസാമർഥ്യത്തെക്കാൾ ഭഗവാന് സന്തോഷം നൽകിയത് സ്വയം സമർപ്പിക്കാനുള്ള രാജാവിൻ്റെ ആത്മാർത്ഥതയാണ്. ഈശ്വരവിശ്വാസവും ആത്മാർത്ഥതയും ലഘുവായ കാര്യമല്ല. ഉന്നതമായ ആധ്യാത്മിക മൂല്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പകർത്തുമ്പോഴാണ് നാം ഉത്തമരായ മനുഷ്യരാകുന്നത്. അവർക്ക് പരമാത്മാവിൽ ഉറച്ച വിശ്വാസവും ഉണ്ടാകും. അത്തരം ആളുകൾ സമൂഹത്തിൽ നന്മ വളർത്തും. ഹരി ഓം നമഃ ശിവായ.